ഹലോ ഗൈസ്, അപ്പം എന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ടല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ തീറ്റിട്ടുള്ളത്. അപ്പം നിങ്ങൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് കണ്ടിട്ട് പറഞ്ഞാൽ മതിയേ. ആദ്യം തന്നെ കുറച്ച് ലിബാം എടുത്ത് ചുണ്ടിനായിട്ട് തേച്ചു ഗൈസ്. ചുണ്ട് കുറച്ച് ചുമന്നാടിയിരിക്കട്ടെ. പിന്നെ കുറച്ച് മോയ്സ്ചറൈസർ അങ്ങോട്ട് തോണ്ടിയിട്ടു ഗൈസ്. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ അങ്ങോട്ട് തേച്ചു എന്നിട്ട് നന്നായിട്ട് ഞാൻ തേച്ച് പിടിപ്പിക്കട്ടെ. വേറെ ഒന്നും വേണ്ട, ഞാൻ ഇത് മാത്രം യൂസ് ചെയ്യലുണ്ട് ഗൈസ്. നമുക്ക് പിന്നെ നാച്ചുറൽ ബ്യൂട്ടി അല്ലേ. തേക്കനൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ എന്റെ മുഖാണെങ്കിൽ ഇതാ തെളിഞ്ഞത് ഗൈസ്. എജ്ജാതി തിളക്കല്ലേ, നല്ല രസമുണ്ടല്ലേ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ബാലിട്ട് തിന്നിട്ട് ഇങ്ങനെ കണ്ണേതാന്ന്. എപ്പോൾ കണ്ടേച്ചാൽ ഒരു കണ്ണ് വേറെ മറ്റേ കണ്ണ് വേറെ പോലത്തിലോട്ട് ഉണ്ടാവില്ലേ. ഇപ്രാവശ്യം എന്തായാലും അങ്ങനെ ആവില്ല എന്നുള്ള പ്രതീക്ഷയിൽ ഞാനിതാ ക്യാമറയിൽ നോക്കി കണ്ണെഴുതാണ് കേട്ടോ. വാലിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. വേറൊരു ലുക്ക് ഇട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലേന്നൊന്ന് പറയട്ടോ. അപ്പം മറ്റേ കണ്ണ ഇതാളെ കോൺഫിഡൻസിൽ മണ്ടിയതാട്ടോ. പക്ഷെ സംഭവം പാലിച്ചുണ്ടായിരുന്നു. എന്തോ ഒരു വളവ് അങ്ങനെ വന്നു അതിന്. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ രണ്ട് കൊലത്തിലാണ് വരാന്ന് കണ്ടോ, അതിനൊരു വളവ്. പിന്നെ ഞാൻ തുടക്കലും തേക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീണ്ടും നന്നാക്കി എഴുതി നോക്കിട്ടോ. പിന്നെ ലാസ്റ്റ് എങ്ങനെയൊക്കെ അങ്ങോട്ട് ഒപ്പിച്ചെടുത്തു. അല്ല പിന്നെ വേറെ മാർഗ്ഗമില്ലല്ലോ ഗൈസ്. എനിക്ക് വാലിട്ട് എഴുതണം നിർബന്ധമാണ്. കണ്ടോ എന്തൊരു കട്ടിയാണ് ഇതിന്. മറ്റീനാണെങ്കിൽ കട്ടി കേട്ടോ, വല്ലാത്തൊരു ജാതി. ഒരാൾ തടിച്ചിട്ട് വരാൻ മുന്നോട്ടായിപ്പോയി. അപ്പം ഞാൻ ഒന്നുകൂടി തോത്തിയെടുക്കാമെന്ന് വിചാരിച്ചാണ്. തോത്താണ് ഇനി മൊത്തത്തിൽ കൊളാവോന്ന് ആകെ ഒരു പേടിട്ടോ. ഇപ്പം ടെൻഷൻ അടിച്ചിരിക്കാതെ ഞാൻ വെല്ലം തോത്തിയെടുത്തു ഗൈസ്. മൊത്തത്തിൽ കയ്യിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെറുതായിട്ട് തോത്തിയെടുത്ത് ഞാൻ പിന്നെ അങ്ങോട്ട് സെറ്റാക്കി. കണ്ണെഴുതാന്നുള്ള വല്ലാത്തൊരു പരിപാടിയാണല്ലോ. എനിക്ക് മാത്രമാണ് അങ്ങനെയല്ല, അതോ എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണോ. എഴുതി കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പറായില്ലേ ഗൈസിന്റെ കണ്ണ് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത് പറയണേ. പിന്നെ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ആണ് തേച്ചു. പിന്നെ എനിക്കൊരു പൂതിട്ടോ കവലൊക്കെ ഒന്ന് ചുമപ്പിച്ചാലോന്ന്. ചുമന്ന് കിടക്കുന്ന കാണാൻ നല്ല രസമല്ലേ കേസ്. അങ്ങനെ ഞാൻ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ലിബാം വാരി തേച്ച് നല്ലോണം ചോപ്പിച്ചെടുത്ത്. എനിക്കെന്നെ എന്നോട് ഭയങ്കര ഇഷ്ടം വന്നു ഗൈസ്. എന്ത് രസമല്ലേ എന്നെ കാണാൻ. ഞാൻ തന്നെ എന്നെ പൊക്കി പറയാം. അങ്ങനെ ഞാൻ ഡ്രസ്സ് മാറ്റി വന്നപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെ ഉണ്ട് ഗൈസ്. എന്തോ രസമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനത്തെ ഇഷ്ടമായോ കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചൊരു മാലയും കൂടി ഇടാം. മാല കൊടുന്നപ്പോഴാണെങ്കിലോ ഷാൾമ് കൊടുത്തി ഗൈസ്. അത് ഞാൻ പിന്നെ കടിച്ചു പൊട്ടിച്ച് കാണാൻ പിന്നെ മാല ഇട്ടിട്ട് ഇപ്പം അതിൻ്റെ ഒരു കുറവില്ലാതെ കണ്ട. മാലയും കൂടി ഇട്ട് വന്നപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് എൻ്റെ ലുക്ക് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത് പറയാൻ കേട്ടോ. ഈ ഡ്രസ്സ് ഞാൻ കഴിഞ്ഞ പെരുന്നാളിൻ്റെ മുമ്പത്തെ പെരുന്നാൾക്ക് വാങ്ങിയത് ഗൈസ്. എങ്ങനെയുണ്ട്? ഇതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ലൂസാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തിങ്ങി ഒരാൾ കയറ്റാം. ഞാനാണെങ്കിൽ പണ്ട് ഭയങ്കര ഡുണ്ടുമണീനെ. ഇപ്പം മരിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആയി ഗൈസ്. നീ എന്തായാലും ഷേപ്പ് ആക്കണം കേട്ടോ. അങ്ങനെ ഒപ്പിച്ചിട്ടിട്ടുണ്ട്. എങ്ങനെ എൻ്റെ ലുക്ക് എന്നുള്ളത് നിങ്ങൾ പറയാൻ കേട്ടോ. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ഗൈസ്. ഇങ്ങനത്തെ ഒരു വോയിസ് ഓവർ കൊടുക്കണമെന്ന് ഞാൻ കുറേ ആയിട്ട് ആഗ്രഹിക്കണേന്. പക്ഷെ എനിക്കറിയില്ല ഇത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാന്നുള്ളത് കേട്ടോ. അങ്ങനെ കുറേ ഞാൻ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ചു ഗൈസ്. ഇങ്ങനെയാണ് ചെയ്യില്ലെന്ന്. പക്ഷെ ആ ബാക്കിൽ ആരോ ഒരു ഫാനും കൂടെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ അതിനൊന്ന് മാറ്റിയിരിക്കട്ടെ കേട്ടോ. എന്നാലും ഒരു രസം കിട്ടുള്ളൂ ഗൈസ്. അങ്ങനെ ഫാനൊക്കെ മാറ്റിയതാ വന്നപ്പോൾ ഇങ്ങനെ എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നേ. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ. എൻ്റെ വോയിസ് ഓവർ എങ്ങനെ ഉണ്ട് എന്നുള്ളത് കൂടി പറയണേ ഗൈസ്.